വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എൻസൈം ഇൻഹിബിഷന്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള എൻസൈം ഇൻഹിബിഷന്റെ 3 ടൈപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ്, നോൺ കോമ്പറ്റേറ്റീവ് ആൻഡ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. സോ അതിൽ ആ ഒരു എൻസൈമിന്റെ സ്ട്രക്ചറും ടൈപ്പും ഒക്കെ എന്റെ ചാനലിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണണമെങ്കിൽ ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഇൻഹിബിഷനിലോട്ട് വരിക. അപ്പം എന്താണ് ആദ്യത്തെ റിവേഴ്സിബിൾ ആയിട്ടുള്ള എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുമ്പം ഇൻഹിബിറ്റേഴ്സ് നോൺ കോവാലന്റ് ആയിട്ട് ആയിരിക്കും എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ബോണ്ട് ആയിരിക്കില്ല എൻസൈമും ഇൻഹിബിറ്ററും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. സോ ആ ഒരു ഇൻഹിബിറ്റേഴ്സിനെ ഡൈല്യൂഷൻ വഴിയോ അല്ലെങ്കിൽ ഡയാലിസിസ് വഴിയോ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്തരം ഇൻഹിബിഷൻ ആണ് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇൻഹിബിഷൻ. ആ ഒരു റിവേഴ്സിബിൾ ഇൻഹിബിഷനിൽ ഒന്നാമത്തേതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഹിബിറ്റേഴ്സും സബ്സ്ട്രേറ്റും ഏകദേശം ഒരേപോലെ ആയിരിക്കും റിസംബ്ലൻസ്. അതുകൊണ്ട് തന്നെ ഇൻഹിബിറ്റേഴ്സിനും സബ്സ്ട്രേറ്റിനും വന്നിട്ട് ആക്റ്റീവ് സൈറ്റിൽ ഫോം ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ രണ്ടു പേർക്കും ഒരേപോലെ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഓക്കെ, എൻസൈം വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ട്രേറ്റും ഇൻഹിബിറ്റേഴ്സും തമ്മിൽ ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. സോ അതിനുശേഷം അവിടെയുള്ള ഒരു ബൈൻഡിങ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഒന്നുകിൽ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻസൈമിന് ഇൻഹിബിറ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാം. സോ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കണമെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ ഒരു നമ്മൾ മൈക്കലീസ് മെന്റൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു പ്രോസസ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് വെച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻസൈം കൈനറ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വി മാക്സ് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആണ്. മാക്സിമം വെലോസിറ്റിക്ക് ടോട്ടൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്ത് മാത്രമാണ് സംഭവിക്കുന്നത്? അവിടെ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഹാഫ് വി മാക്സ് എത്തുമ്പോൾ ഉള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതാണ് Km വാല്യൂ കൂടുതലാണ് എന്ന് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ കേസിൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ എൻസൈമിന്റെ അഫിനിറ്റി കുറവായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുക്കുക. അപ്പം എൻസൈമിന്റെ അഫിനിറ്റി കൂടും, Km വാല്യൂ കൂടും. ഓക്കെ, അതാണ് അവിടെ കൈനറ്റിക്സിന്റെ ഇഫക്റ്റ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് ഉള്ളത്. ഒന്നാമത്തത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് മാലോണേറ്റ് എന്ന് പറയുന്നത്. ഡൈഹൈഡ്രോ ഫോളേറ്റ് റിഡക്റ്റേസിന്റെ ഇൻഹിബിഷൻ ആണ് മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഉള്ളത്. Then second one ആണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ഒരു അല്ലോസ്റ്ററിക് സൈറ്റിലായിരിക്കും വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ എന്താണ് അല്ലോസ്റ്ററിക് ആ ഒരു സൈറ്റ് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, എൻസൈം റെഗുലേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഈ ഒരു എന്താണ് ഒരു എൻസൈം? എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഒരു നോൺ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ടല്ല ഈ ഒരു ഇൻഹിബിറ്റർ വരുന്നത്. ആക്റ്റീവ് സൈറ്റ് അല്ലാത്ത മറ്റൊരു റീജിയനിൽ പോയിട്ട് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ഇൻഹിബിറ്റേഴ്സ് ഒന്നുകിൽ എൻസൈം മാത്രമുള്ള ആ ഒരു ഏരിയയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലും പോയിട്ട് ബൈൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇൻഹിബിറ്റേഴ്സ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്താൽ, അല്ലോസ്റ്ററിക് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്താൽ അവിടെ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടായാണ്. അതായത് ഈ ഒരു എൻസൈമിന്റെ ഷേപ്പിലോ സൈസിലോ മാറ്റം വരികയാണ്. അപ്പം ഈ ഒരു ഷേപ്പിലും സൈസിലും മാറ്റം വരുമ്പോൾ ഒന്നുകിൽ ഈ സബ്സ്ട്രേറ്റിനെ ഇവിടെ വന്ന് കറക്റ്റ്ലി ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതേപോലെ ഈ ഒരു സബ്സ്ട്രേറ്റിന് ഇവിടെ വന്ന് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇൻ കേസ് ബൈൻഡ് ചെയ്ത ശേഷമാണ് വരുന്നതെങ്കിൽ ബൈൻഡ് ചെയ്ത സബ്സ്ട്രേറ്റ് ഫേം ആയിരിക്കില്ല. അവിടുന്ന് റിവേഴ്സിബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഫോം ചെയ്യാതെ പ്രൊഡക്റ്റ് ഫോർമേഷൻ റെഡ്യൂസ് ചെയ്ത് ഉള്ള ഒരു ചാൻസും കൂടി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നമ്മുടെ മൈക്കലീസ് കൈനറ്റിക്സ് എന്ന് പറയുന്നത് വി മാക്സ്, അതായത് അൾട്ടിമേറ്റ്ലി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അതാണല്ലോ വി മാക്സ്. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഒട്ടും കൂടുന്നുമില്ല. അതാണ് Km എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, ദെൻ ഇതിന് വരുന്ന എക്സാമ്പിൾ ആണ് ഒന്നാമത്തത് ഹെവി മെറ്റൽസ് ആയിട്ടുള്ള Hg2+ lead 2+ ആണ്. ഓക്കെ, അപ്പം സയനൈഡ് ഇൻഹിബിഷൻ, ഈ രണ്ട് സയനൈഡ്സ് ഒക്കെ ഏതെങ്കിലും എൻസൈംസിന്റെ ഇൻഹിബിഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ കോമ്പറ്റേറ്റീവിൽ പറഞ്ഞതുപോലെ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താലും അതായത് ഇൻക്രീസ് ചെയ്താലും ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ എൻസൈമിന്റെ കാറ്റലിറ്റിക് എഫിഷ്യൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഇൻഹിബിഷൻ ആണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്.
Then next last one ആണ് uncompetitive inhibition എന്ന് പറയുന്നത്. അതായത് enzyme substrate നല്ല രീതിയിൽ ബൈൻഡ് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു ഇൻഹിബിറ്റേഴ്സിന് വന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ സബ്സ്ട്രേറ്റ് വരുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു ഫ്രീ എൻസൈമിൽ പോയിട്ട് ഇൻഹിബിറ്റേഴ്സിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഇവിടെ മെക്കാനിസം എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ആദ്യം വന്നിട്ട് എൻസൈമിൽ ബൈൻഡ് ചെയ്യുന്നു, അതിനുശേഷം സബ്സ്ട്രേറ്റ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം വെച്ചിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. ആ കോംപ്ലക്സ് ഉണ്ടായതിനു ശേഷം ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്യാണ്. അപ്പൊ ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്താൽ ഇതെന്ത് ചെയ്യാണ്, അതായത് ഈ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന പ്രോസസ്സ് തടയും. കാരണം നേരെ എൻസൈം ഇൻഹിബിറ്റർ സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്, എൻസൈമും പ്രൊഡക്റ്റും ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. നമ്മൾ വിചാരിച്ച പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് കൈനറ്റിക്സ് വെച്ച് പറഞ്ഞാൽ ഇവിടെ Km വാല്യൂ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ, പിന്നീട് നമുക്ക് എന്താ സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്താലും ഒരു കാര്യം ഉണ്ടായി, അപ്പൊ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, Vmaxും കുറയുന്നു. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ എക്സാമ്പിൾ ആണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ ഇൻഹിബിഷനും ചില ഒന്നിൽ കൂടുതൽ സബ്സ്ട്രേറ്റിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻസൈം ബൈൻഡിങ് ആക്റ്റീവ് സൈറ്റ്സ് ഉള്ള എൻസൈമിന്റെ ഇൻഹിബിഷനും ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഇൻഹിബിഷൻ ആണ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടായാലും ഈ ഒരു അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നടക്കാം. സോ ഇതാണ് 3 ടൈപ്പ് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇൻഹിബിഷൻ. സോ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.